ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്നാണ് ഇരു മുന്നണികളുടെയും ആശങ്കയും അതേപോലെ പ്രതീക്ഷയും. ഇതേപോലെ മുഖ്യമന്ത്രി ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിലൂടെ അതും ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇസ്രായേൽ വിരുദ്ധ പരാമർശത്തിനെതിരെ UDF നേതാക്കൾ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിനെ മറികടന്ന അഭിപ്രായം പറയാൻ ഇന്ത്യ രാജ്യത്ത് ആർക്കു പറ്റുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. പലസ്തീൻ പിന്തുണയിൽ കോൺഗ്രസിന്റെ പാരമ്പര്യം ആർക്കും അവകാശപ്പെടാനാകില്ല. പലസ്തീൻകാർക്ക് വേണ്ടി പോരാടിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴായിരുന്നു ഫലസ്തീന്റെ നല്ല കാലമെന്നും PK കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ഇസ്രായേൽ വിഷയത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മറികടന്ന് അഭിപ്രായം പറയാൻ ആർക്കാ ഇന്ത്യ രാജ്യത്ത് പറ്റുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യം ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ വന്ന് വർത്തമാനം പറഞ്ഞ കാര്യമില്ലല്ലോ. അതൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ പോളിസി. ലോക ജനതയുടെ മുമ്പിൽ പലസ്തീൻകാർക്ക് വേണ്ടി പോരാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴാണ് പലസ്തീൻ്റെ നല്ല കാലം. ഇത് ജനങ്ങൾക്കറിയാം. അതിപ്പോൾ മാറ്റി പറഞ്ഞുകൊണ്ട് ഇല്ലാതാകാൻ പോകുന്നില്ല. ഒരു സമുദായത്തെ ആകെ CPM കുറച്ചു കാണുകയാണെന്ന് MK മുനീർ. ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് ആർക്കും വിളിക്കാം. നേരത്തെ ഞങ്ങളും അമേരിക്ക ഉൾപ്പെടെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചിട്ടുണ്ട്. തേനും പാലും കാണിച്ചാൽ അതിൽ മൂക്കുകുത്തി വീഴുന്ന സമുദായമാണെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നതെന്നും MK മുനീർ പറഞ്ഞു. അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമെന്ന് എത്രയോ കാലം മുമ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ. ആ അമേരിക്കയുടെ ഒത്താശയിൽ നിൽക്കുന്ന ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് ആർക്കും വിളിക്കാമല്ലോ. ഇവിടെ ഇരുന്നിട്ട് അത് പിണറായി വിജയൻ വിളിക്കുമ്പോഴേക്കും അയ്യോ, ഈ സമുദായത്തെ ഇവർ ഭയങ്കരമായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തേനും പാലും കാണിച്ചു കഴിഞ്ഞാൽ അതിൽ മൂക്കുകുത്തി വീഴുന്നൊരു സമുദായമാണ് എന്ന് പറയുന്ന വളരെയധികം ഒരു ഇൻഫീരിയറായ ഒരു സമൂഹമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. അവകാശങ്ങൾ വരണ്ടേ. മുബഷിർ അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ അക്ബർ, മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ പരാമർശം മണ്ഡലത്തിൽ വോട്ടായി മാറുമെന്നുള്ള ഒരു ആശങ്ക UDFനുണ്ടോ? തീർച്ചയായും അത്തരം ഒരു ആശങ്ക UDF ക്യാമ്പിനുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടിയാണ് KC വേണുഗോപാലിനെ പോലെയുള്ള UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന നേതാക്കൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗങ്ങളിലോ അല്ലെങ്കിൽ പ്രചാരണ പരിപാടികളിലോ ഒന്നും തന്നെയല്ല മുഖ്യമന്ത്രി അത്തരമൊരു പരാമർശം നടത്തിയിരുന്നത്. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായ ആ ഒരു യുദ്ധഭീതി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നു. ആ ഒരു പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, UDFന്റെ നേതാക്കൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം UDFന്റെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലാണ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. CPMന്റെ ഇരട്ടത്താപ്പ് ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയാമെന്നുള്ളതായിരുന്നു KC പറഞ്ഞിരുന്നത്. ഫലസ്തീനു വേണ്ടി എല്ലാ കാലത്തും ശബ്ദമുയർത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. എല്ലാ കാലത്തും ഫലസ്തീനു വേണ്ടി പോരാടിയത്, ശബ്ദമുയർത്തിയത് കോൺഗ്രസ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ നമ്മളത് കാണുന്നതായി. യാസർ അറഫാത്തിനോടൊക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്, രാജ്യം ആ നിലയിൽ തന്നെ കോൺഗ്രസ് നിലപാട് ചർച്ച ചെയ്താണെന്ന് KC പറയുന്നുണ്ട്. സമാനമായിട്ടുള്ള അഭിപ്രായം മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായുള്ള PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും ഏറ്റവും ഒടുവിൽ പ്രിയങ്കയും രാഹുലും ഫലസ്തീനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാജ്യം ചർച്ച ചെയ്താണ്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി ഫലസ്തീൻ അനുകൂലമായി ഒരു ബാഗ് ധരിച്ചപ്പോൾ ഉണ്ടായ സൈബർ ആക്രമണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. അന്ന് പിന്തുണച്ചുകൊണ്ട് ഏതെങ്കിലും CPM നേതാക്കൾ രംഗത്ത് വന്നിരുന്ന ഒരു ചോദ്യം UDF നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇസ്രായേൽ ഇറാൻ വിഷയം ഒരു ചർച്ചയാകുന്നു. ഇസ്രായേൽ വിരുദ്ധ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് UDF നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MK മുനീറും സമാനമായിട്ടുള്ളൊരു വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു സമുദായത്തെ ആ നിലയിൽ എങ്ങനെയാണ് CPMന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് MK മുനീർ ചോദിക്കുന്നത്. ആർക്കും പറയാൻ സാധിക്കുമല്ലോ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ അതിന് പിന്നിലൊരു ഇരട്ടത്താപ്പുണ്ട്, താല്പര്യമുണ്ട്, അവസരവാദ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് MK മുനീറും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ UDF ഒരു ആശങ്ക മനസ്സിലാക്കുന്നത് കൊണ്ടുകൂടിയാകണം ആ നിലയിൽ തന്നെ അതിനെ പ്രതിരോധിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രചാരണ പരിപാടികളിലുടനീളം മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായത്തെ UDF നേതാക്കൾ കടന്നാക്രമിക്കുന്നു. അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള അഭിപ്രായമായിട്ട് PK കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള KC വേണുഗോപാൽ പോലെയുള്ള നേതാക്കൾ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ച. താങ്ക് യു. മുബഷിർ അക്ബറാണ് ചേർന്നത്. എന്തൊക്കെ വിഷയങ്ങളാണല്ലേ ഇത്തവണ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുള്ളത്. മലപ്പുറം വിഷയം, പെൻഷൻ വിഷയം, വഴിക്കടവിലെ വിഷയം, വന്യജീവി വിഷയം,